അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ഉള്ളത് ഓരോ മുസ്ലിം ലീഗുകാരൻ്റെയും സ്വപ്നം പൂർത്തിയാവുന്ന ഒരവസരത്തിലാണ് നമ്മളിപ്പോൾ ഡൽഹിയിലുള്ളത്. നാളെ ഈ ഒരു കായിദെ മില്ലത്ത് സെന്റർ ഇന്ത്യക്കാരായ എല്ലാവർക്കും വേണ്ടി ഇവിടെ തുറന്നു കൊടുക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ എത്തി. പക്ഷേ ഇവിടെ ഞങ്ങൾക്കൊരു സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ അബൂബക്കർ യമാനി നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം കണ്ണൂരാണ് ജോലി ചെയ്യുന്നത്. കായിദെ മില്ലത്ത് 1948 മാർച്ച് മാസം 10-ാം തീയതി ഈ ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് തുടക്കം കുറിക്കുമ്പോൾ ആ ഒരു സമയത്തിൻ്റെയും മുമ്പ് ജനിച്ച 2 ആളുകൾ നമ്മളെ കൂടെ പ്രായം പോലും തളർത്താത്ത പോരാളികളായ, നമ്മൾക്ക് മുന്നേ പാർട്ടിയെ നയിച്ച തളിപ്പറമ്പിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന മുഹമ്മദ് കുഞ്ഞി സാഹിബും അബൂബക്കർ സാഹിബും നമ്മളെ കൂടെ ഇവിടെ ഉണ്ട്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കായിദെ മില്ലത്തിനെ നേരിട്ട് കണ്ട വ്യക്തികളാണ് ഇവരെന്നാണ്. ഈ ഒരു പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും അത്രയും ആവേശത്തോടു കൂടി ഈ ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയ ഇവരെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ്. അബൂബക്കർ യമാനി കുറച്ച് കാര്യങ്ങൾ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാഅല്ലാഹ്, മനസ്സിന് ഏറെ കുളിരും ആനന്ദവും നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഡൽഹിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നത്. ഓരോ സന്ദർഭങ്ങളിലും ഇതിൻ്റെ ഓരോ ചലനങ്ങളും ദൂരദിക്കുകളിൽ നിന്ന് നോക്കിക്കണ്ട് അതിൽ ആനന്ദം കണ്ടെത്തിയ നമ്മൾ ഈ ഓഫീസ് കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ മനസ്സിന് വലിയ സന്തോഷവും വലിയ ആനന്ദവും നൽകുന്നതോടൊപ്പം പ്രിയപ്പെട്ട മുഹമ്മദ് കുഞ്ഞി സാഹിബും അബൂബക്കർ സാഹിബും രാവിലെ അവിടെ വന്ന് ഇവിടുത്തെ റിക്ഷ ഇറങ്ങിയ സമയത്ത് അവരുടെ പ്രായവും അവരുടെ ആ ഒരു പ്രൗഢിയും കണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് തളിപ്പറമ്പിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ അവർ പറയുന്ന 60 വർഷമായി ഈ പാർട്ടിയെ നെഞ്ചേറ്റി നടക്കുന്നവരാണ് ഞങ്ങൾ CH-നെ കേട്ടവരാണ്, ഞങ്ങൾ കായിദെ മില്ലത്തിനെ കേട്ടവരാണ്, അവരിൽ നിന്ന് ധാരാളം ഈ പാർട്ടിയെ അനുഭവിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വപ്ന സാഫല്യം കാണാൻ വേണ്ടി വന്നവരാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നാൾ വഴികളിൽ ഇന്ന് വരെ ഈ പാർട്ടിയോട് നെഞ്ചോട് ചേർത്ത് പ്രവർത്തിച്ച എല്ലാവർക്കും ഇതിൻ്റെ ഒരു പ്രതിഫലം, പ്രത്യേകിച്ച് നമ്മുടെ നേതാക്കന്മാർക്ക് മുഹമ്മദ് അലി ശിഹാബ്, ഉമർ അലി ശിഹാബ്, ഹൈദരലി ശിഹാബ് അടക്കം നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയ എല്ലാവരിലേക്കും എത്തിക്കട്ടെ. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ന് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദുൽ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് അവരുടെ ടീം പരിവാരങ്ങൾക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സ് ആഫിയത്തോടു കൂടി നൽകട്ടെ. എല്ലാവർക്കും ഇതിൻ്റെ